Today we are here to take a topic Stock Exchange in India, BSE, NSE. First of all, Stock Exchange in India. A stock market is a place where the shares of publicly listed companies are traded. It organized in India at the end of the 18th century when introducing in the market. A stock exchange helps in facilitating the trade that allows a smooth functioning of transactions. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇന്ത്യയിൽ സംഘടിപ്പിച്ച ഒരു പരസ്യമായി ലിസ്റ്റ് ചെയ്ത കമ്പനിയിലെ ഓഹരികൾ വിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ്റെ സുഗമമായ പ്രവർത്തനങ്ങൾ അനുവദിക്കുന്ന വ്യാപാരം സുഗമമാക്കുന്നതിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ സഹായിക്കുന്നു. There were numerous stock exchanges in India were formed during the early 1990s. As now, the most important stock exchanges in India are Bombay Stock Exchange BSE and National Stock Exchange NSE. We will understand in details as a various stock exchanges registered with the Security and Exchange of Board in India. First of all, Bombay Stock Exchange BSE. Bombay Stock Exchange was formed in 1875 and it was one of the two principal large stock exchange in India. അതായത് 1875 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് രൂപപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒന്നായിരുന്നു ഇത്. The major objective of BSE is to provide an efficient and transparent market for trading currency, equity, mutual fund, etc. ട്രേഡിംഗ് കറൻറ്റ് ഇക്വിറ്റി കാര്യക്ഷമവും സുതാര്യവുമാക്കുന്ന മാർക്കറ്റ് നൽകുക എന്നതാണ് ഈ BSEയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. As per the official websites of BSE, its vision to emerge as a prime Indian stock exchange with the best-in-class global practices in technology, product innovation and customer services. അതായത് ഈ ടെക്നോളജി പ്രൊഡക്ഷൻ, ഇന്നൊവേഷൻ, ഉപഭോക്തൃ സേവന എന്നിവയിൽ മികച്ച ആഗോള പാക്കേജുകളൊരു പ്രധാന ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചായി ഇത് ഉയർന്നു വന്നു. BSE has a wholly owned subsidiary. In Indian, Clearing Corporate Limited acts as a central counterpart to all the trade that happen on the exchange and provides settlement of the trade and executing. Counterpart. The Indian Cleaning Corporation Limited act as a central counterpart to all the trade that happen on the exchange and provide settlement on the trade executed. ഇന്ത്യയിലെ ക്ലീനിങ് കോർപ്പറേഷൻ ലിമിറ്റഡ് എക്സ്ചേഞ്ചിൽ നടന്ന എല്ലാ ട്രേഡുകളുടെയും ഒരു കേന്ദ്ര കക്ഷിയായി പ്രവർത്തിക്കുകയും ട്രേഡ് എക്സിക്യൂട്ടീവുകളുടെ സെറ്റിൽമെൻറ്റ് നൽകുകയും ചെയ്യുന്നു. Another subsidiary of BSE Limited is BSE Institute Limited, which serves as a capital market educational institution of our country. BSE Limited മറ്റൊരു ഉപസ്ഥാപനമാണ് BSE Institute Limited, which സർവീസ് അസിസ്റ്റന്റ് ക്യാപിറ്റൽ. അത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഈ രാജ്യത്തിലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഈസ് ദ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1992 ആസ് ദ ഫസ്റ്റ് ഡീമെറ്റീരിയലൈസ്ഡ് ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഇൻ ദി കൺട്രി. ഇന്ത്യയിലെ മുൻനിരയിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് NSE. രാജ്യത്തെ ആദ്യത്തെ ഡീമെറ്റീരിയലൈസ്ഡ് ഇലക്ട്രോണിക് എക്സ്ചേഞ്ചാണിത്. 1992 NSE സ്ഥാപിതമായത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് എക്സ്ചേഞ്ച് ടു പ്രൊവൈഡ് എ ഫുള്ളി ഓട്ടോമാറ്റഡ് സ്ക്രീൻ ബേസ്ഡ് ട്രേഡിംഗ് സിസ്റ്റം ടു ദി ഇൻവെസ്റ്റേഴ്സ് ടു ഫെസിലിറ്റേറ്റ് ഈസി ട്രേഡിംഗ്. വ്യാപാരം സുഗമമാക്കുന്നതിന് നിക്ഷേപകർക്ക് ഒരു സമ്പൂർണ്ണ ഓട്ടോമാറ്റിക് സ്ക്രീൻ അധിഷ്ഠിത ട്രേഡിംഗ് സിസ്റ്റം നൽകുന്ന ആദ്യ എക്സ്ചേഞ്ച് ആയിരുന്നു NSE. ഇത് വ്യാപാരം എളുപ്പമാക്കാൻ സഹായിച്ചു. ഇൻ ദ ഇയർ 1993, NSE രജിസ്റ്റേർഡ് itself as a stock exchange under the Securities Contract Regulation Act.
1993 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻസ് ആക്ട് പ്രകാരം ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചായി NSE രജിസ്റ്റർ ചെയ്തു. The benchmark index of NSE Nifty 50 is used extensively by investors around the world to keep track of the Indian capital market. ഇന്ത്യൻ മൂലധന വിപണിയുടെ ട്രാക്ക് സൂക്ഷിക്കാൻ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ NSEയുടെ നിഫ്റ്റി 50ന്റെ ബെഞ്ച്മാർക്ക് സൂചിക വ്യാപകമായി ഉപയോഗിക്കുന്നു. NSE had also played an important role in the creation of the National Securities Depository Limited. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ് സൃഷ്ടിക്കുന്നതിലും NSE ഒരു പ്രധാന പങ്ക് വഹിച്ചു. This eventually leads to holding the financial instruments conveniently in electronic form, thereby reducing the fake certificate issues. ഇത് ക്രമേണ സാമ്പത്തിക ഉപകരണങ്ങൾ പരമ്പരാഗതമായി ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വയ്ക്കുകയും അതുവഴി വ്യാജ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. താങ്ക് യു.